Good morning, everyone. Upanishad Part 2. ഈശ്വരൻ ഉണ്ടോ? ഈ ചോദ്യത്തിൽ വ്യക്തവും ശക്തമായ ഉത്തരമാണ് ഉപനിഷത്ത് നൽകുന്നത്. ഈ കാണുന്നതൊക്കെയും ഈശ്വരനാൽ വ്യാപ്തമായിരിക്കുന്നുവെന്നും അത് അനുഭവിക്കേണ്ടത് ത്യാഗത്തിലൂടെയാണെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തായ ഈശോവാസ്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വയം അറിയുക, തന്നെത്താൻ അറിഞ്ഞ് അഖിലത്തെ അറിയുക എന്ന് ഉപനിഷത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നു. താൻ ആരാണെന്നും തൻ്റെ ഉള്ളിൽ എന്താണെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ സമയം നാം പഠിച്ച വസ്തുക്കളുടെ യാഥാർത്ഥ്യവും ദൃശ്യമാവും. ഈശോവാസ്യമിതം സർവം. മായയിൽ മുങ്ങിത്താന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സുകളെ അതിൽ നിന്നും മാറ്റിയെടുത്ത് പരിശുദ്ധമായ ജ്ഞാനോദയത്തിലേക്ക് കൊണ്ടുവരികയെന്നതാണ് ഉപനിഷത്തുക്കളുടെ ധർമ്മം. ഭാരതീയ ചിന്താധാരയിൽ നിന്നും ഉയർന്നു ജ്വലിക്കുന്ന ഉപനിഷത്ത് സാഹിത്യത്തെ പോലെ മറ്റൊരു ചിന്താപദ്ധതിയും ലോകത്തിൽ ഇതുവരെയും ഉദയം ചെയ്തിട്ടില്ല തന്നെ. ആത്മാവിനെക്കുറിച്ചും ബ്രഹ്മത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും അങ്ങനെ സകല സംശയങ്ങളെക്കുറിച്ചും ഉപനിഷത്തുക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ആത്മാവിനെക്കുറിച്ച് ഛന്ദോഗ്യോപനിഷത്ത് പറയുന്നത് ശ്രദ്ധേയമാണ്. വെള്ളത്തിലിട്ട് ഉപ്പ് കാണാതാകുന്നു, പക്ഷേ അവിടെ നിന്ന് വെള്ളമെടുത്ത് രുചിച്ചാലും ഉപ്പുരസം അനുഭവിക്കപ്പെടുകയും ചെയ്യുന്നു. സൂക്ഷ്മവും നിറഞ്ഞിരിക്കുന്നതുമായ ഈ ഉപ്പ് പോലെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന പ്രപഞ്ച സത്യമാണ് ആത്മാവ്, ബ്രഹ്മം. അനവധി ഉപനിഷത്തുക്കൾ ഈ വിഷയത്തെക്കുറിച്ച് അപൂർവമായ ചർച്ചകൾ നടത്തുന്നുണ്ട്. മണ്ഡൂകോപനിഷത്തിൽ പറയുന്നത് പ്രകാശിക്കുന്ന അതിനെ ആശ്രയിച്ചാണ് എല്ലാം പ്രകാശിക്കുന്നത് എന്നാണ്. എവിടെയും അതീവ ശ്രേഷ്ഠതയോടെ നിറഞ്ഞു നിൽക്കുന്നത് ബ്രഹ്മചൈതന്യ സാന്നിധ്യമാണെന്നും മുണ്ടകം ഓർമ്മിപ്പിക്കുന്നു. സത്യം. ശിഷ്യൻ അനുഷ്ഠിക്കേണ്ട ധർമ്മം എന്തെന്ന് ആചാര്യൻ അനുശാസിക്കുന്ന ഒരു ഭാഗം തൈത്തിരീകോപനിഷത്തിൽ കാണാം. സത്യം പറയുകയും ധർമ്മം ചെയ്യുകയും വേണം. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും ക്ഷേമത്തിൽ നിന്നും നന്മയിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല. മാതാവിനെയും പിതാവിനെയും ആചാര്യനെയും അതിഥിയെയും ദേവനായി കാണണമെന്നും ഈ ഉപനിഷത്ത് പഠിപ്പിക്കുന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇത് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. ആധുനിക ലോകം പ്രയാസങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കും വീണുകൊണ്ടിരിക്കുമ്പോൾ മഹനീയവും വിശാലവുമായ ചിന്തയുടെ വാതിലുകളാണ് ഉപനിഷത്തുക്കളിലൂടെ തുറക്കപ്പെടുന്നത്. വേദാന്ത ചിന്തകളും ആത്മജ്ഞാനവുമൊക്കെ സമന്വയിക്കുന്ന ഉപനിഷത്ത് സാഗര പഠനത്തിലൂടെ നേടാനാകുന്നത് അനവധിയാണ്. ആത്മജ്ഞാനത്തെക്കുറിച്ചും ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചും ഇതിലൂടെ പഠിക്കാനാകുന്നു. ആത്മാവ് എന്തെന്നും ഈശ്വരൻ ആരെന്നും മനസ്സിലാകുന്നു. തന്നിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മത്തെ അടുത്തറിയാനാകുന്നു. ജീവിത അവബോധം ഉണ്ടാക്കാനും പ്രപഞ്ചം എന്തെന്നും സൃഷ്ടി എന്തെന്നും മനസ്സിലാക്കാനും സാധിക്കുന്നു. ചുരുക്കത്തിൽ ജീവിതാവബോധം ഉണ്ടാക്കി പ്രപഞ്ച രഹസ്യങ്ങളെ ആഴത്തിലറിയാൻ ഉപനിഷത്ത് ഉപകരിക്കുന്നു. ഉപനിഷത്തുക്കളിലൂടെ സഞ്ചരിക്കുമ്പോൾ 4 മഹാവാക്യങ്ങൾ നമ്മെ പിടിച്ചു നിർത്തും. അവ സാമവേദത്തിൽപ്പെടുന്ന ഛന്ദോഗ്യോപനിഷത്തിലെ തത്വമസിയും അഥർവവേദത്തിൽപ്പെടുന്ന മണ്ഡൂകോപനിഷത്തിലെ അയതാത്മാ ബ്രഹ്മയും ഋഗ്വേദത്തിൽപ്പെടുന്ന ഐരേയോപനിഷത്തിലെ പ്രജ്ഞാനം ബ്രഹ്മവും യജുർവേദത്തിൽപ്പെടുന്ന ബൃഹദാരണ്യോപനിഷത്തിലെ അഹം ബ്രഹ്മാസ്മിയുമാണ്. ഇതിൽ വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്നതും ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതുമായ മഹാവാക്യമാണ് തത്വമസി. തത്വമസി
ഉപനിഷത്ത് കഥകൾ പരിശോധിക്കുമ്പോൾ ശ്വേതകേതു എന്ന കഥാപാത്രത്തിന് തത്വമസി എന്ന പരമജ്ഞാനം കൈവന്ന കഥ ഛാന്ദോഗ്യോപനിഷത്തിലെ 6-ാം അധ്യായത്തിൽ കാണാം. 12 സംവത്സരം വിദ്യ അഭ്യസിച്ച ശേഷം താൻ എല്ലാം പഠിച്ചെന്ന അഹങ്കാരത്തോടെ 24-ാം വയസ്സിൽ ഭവനത്തിലേക്ക് തിരിച്ചെത്തിയ ശ്വേതകേതുവിനോട് പിതാവായ അരുണി ചോദിച്ചത് കേൾക്കപ്പെടാത്തത് കേട്ടതും ചിന്തിക്കപ്പെടാത്തത് ചിന്തിച്ചതും അറിയപ്പെടാത്തത് അറിഞ്ഞതുമായിരിക്കുന്നത് ഏത് ജ്ഞാനത്തിലൂടെയാണ്? പിതാവിൻ്റെ ചോദ്യം കേട്ട ശ്വേതകേതു ഒന്ന് സ്തംഭിച്ചു. അയാൾക്ക് അതിന് ഉത്തരം നൽകാൻ അറിയില്ലായിരുന്നു. പുത്രന് ഉത്തരം നൽകാൻ കഴിയാതായപ്പോൾ പിതാവ് അതിനെക്കുറിച്ച് വിവരിച്ചു. മൺകട്ട എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ എല്ലാ മൺപാത്രങ്ങളും നമുക്കറിയാനാകും. രൂപഭേദം വെറും പേര് മാത്രമാണ്. മണ്ണാണ് സത്യം. ഇതുപോലെ തന്നെയാണ് സ്വർണവും ഇരുമ്പും അവയുടെ രൂപങ്ങളുമൊക്കെ. നാമവും രൂപവും കലർന്ന പൂർണ്ണ ജഗത്ത് ഏകവും അദ്വിതീയവുമാണ്. പ്രപഞ്ചത്തിലെ ബഹുഭാവങ്ങൾക്കെല്ലാം അനന്തരമായ കാരണം സൂക്ഷ്മമായ ആ ഏക സത്യമാണ്. അതാണ് സത്യം. അതാണ് ആത്മാവ്. അത് നീയാണ്. ഇത് പറഞ്ഞ പിതാവ് പുത്രനോട് ഒരു പേരാൽ കായ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ കായ പിളർന്നപ്പോൾ അതിനുള്ളിൽ ചെറിയ ചെറിയ വിത്തുക്കൾ കണ്ടു. അതിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിനുള്ളിൽ ഒന്നും കണ്ടില്ല. ആ ഒന്നുമില്ലാത്തതുപോലെയുള്ളതിൽ നിന്നാണ് പിന്നീട് വലിയ പേരാൽ വളർന്നുണ്ടാകുന്നത്. അതുപോലെ ആത്മാവാകുന്ന സൂക്ഷ്മശക്തിയിൽ നിന്ന് ഈ കാണുന്നതൊക്കെയും ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. വേദങ്ങളുടെ അവസാനമെന്ന നിലയിൽ വേദാന്തമായി പരിഗണിച്ചു പോരുന്ന ഉപനിഷത്തുക്കൾ നമുക്ക് മുന്നിൽ ഒരുപാട് സത്യങ്ങൾ നീക്കി വയ്ക്കുന്നു.